Hey guys, Sri here. ഇതാണ് ഐക്യൂൻ്റെ Z9, വിവോയുടെ T3. സിംപ്ലി സെയിങ് ഇത് രണ്ടും ഒരേ എക്സാക്ട് ഡിറ്റോ ടു ഡിറ്റോ ഡിവൈസാണ്. 99.9% ഇത് രണ്ടും സെയിമാണ്. പക്ഷേ ചെറിയ എയ്സ്തെറ്റിക്കലി ലുക്കിനുള്ള വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഐക്യൂൻ്റെ Z9 ഒക്കെ ഇപ്പോൾ കിട്ടാൻ ഇച്ചിരി പാടാണ്. ലോക്കൽ സ്റ്റോഴ്സിൽ അവൈലബിലിറ്റി ഒക്കെ ഷോക്കുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഇത് T3 ഉണ്ടല്ലോ, അണ്ടർ 20K എനിക്ക് തോന്നുന്നു വൺ ഓഫ് എ ഗ്രേറ്റ് ഓൾറൗണ്ടർ ഡിവൈസ് തന്നെയാണ്. സോ ഈ ഫോൺ എനിക്ക് തന്നെ ട്വിൻസ് മൊബൈൽസ് പട്ടമാണ്. നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. അവിടുന്ന് എടുക്കത്ത് പ്രൊമോഷനില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇതിനകത്ത് ഫിനാൻഷ്യൽ ഗെയിനൊന്നുമില്ല. ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഐക്യൂടെ Z സീരീസ് ഉണ്ടല്ലോ, അത് തന്നെ വിവോയുടെ T സീരീസ്. സംഭവം എന്ന് വെച്ചാൽ Z9 ഈക്വൽ ടു T3, Z9 Lite ഈക്വൽ ടു T3 Lite ആൻഡ് Z9X ഈക്വൽ ടു T3X. ഈ എയ്സ്തെറ്റിക്കലി ഈ ക്യാമറയുടെ ഷേപ്പിലൊക്കെ 2-3 വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എല്ലാം സെയിം. എന്തിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരെ ഒരേ സമയത്ത് തരുന്നത്. നിങ്ങൾ സ്പെക്സ് വൈസ് പ്രോസസ്സർ, ഡിസ്പ്ലേ, ബോർഡംസ് എല്ലാം നോക്കി ഇതിൻ്റെ ബാറ്ററി ആൻഡ് തെർമൽ പെർഫോമൻസ് വരെ 99.9% സിമിലറാണ്. പക്ഷേ എനിക്കറിയാം വിവോയുടെ ഫോൺസ് ഇച്ചിരിയുടെ ബെറ്റർ ലുക്കിംഗ് ആണ്. ആൻഡ് ഐ ബിലീവ് T3 അല്ല ഐക്യൂ Z9 ആണ് ഈ കാറ്റഗറിയിൽ വൺ ഓഫ് എ ഗ്രേറ്റ്, അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ. ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ള ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ചാണ്. ഭയങ്കര എക്സ്ക്യൂസിറ്റ് മെറ്റീരിയൽസും ഉണ്ടല്ലോ രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് റിയലി ഗുഡ് ടു ലുക്ക് അറ്റ്. രണ്ടും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം കിടിലുമായിട്ട് ഒരു പ്രത്യേക പാറ്റേൺസ് ഒക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് തോന്നിയ ഒരു ഡൗട്ട് തോന്നുന്നു, ഐക്യൂൻ്റെ Z9 ഒരു ക്യാമറ മോഡ്യൂൾ കുറവാണല്ലോ അത്. ഗൈസ്, ഈ ഇരിക്കുന്ന സാധനം ഓൾമോസ്റ്റ് ഒരു ഗിമിക്കാണ്. അതൊരു ആൻറ്റി ഫ്ലിക്കർ ഡെപ്ത് സെൻസർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് ജസ്റ്റ് ഒരു 3 ക്യാമറ സെറ്റപ്പ് കൊണ്ടുവരുത്താൻ വേണ്ടി അവർ ചുമ്മാ കൊണ്ടുവന്നത്. അവർക്ക് തന്നെ അറിയാതെ യൂസ്ലെസ് ആണ്. ആൻഡ് ഡിസൈനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ IP54 ഒക്കെ ഉണ്ട്. സോ നമുക്കറിയാം ഭയങ്കര കിടിലം മെറ്റീരിയലും ബിൽഡൊന്നും അല്ലെങ്കിലും ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഓൾമോസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിന് ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. കാരണം ഇൻ ഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാണ്. വെയിറ്റും അത്യാവശ്യം നല്ല ലോ ആണ്. വലിയ ഫോണായിട്ട് തന്നെ വെയിറ്റ് അത്യാവശ്യം നല്ല ലോ ആണ്. പ്ലസ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ആ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പക്ക പ്രോപ്പറായിട്ടുണ്ട്. ആ ഡിസ്പ്ലേ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പം ഒന്നും പറയല്ല, നൈസ് ഡിസ്പ്ലേ ഫോർ ദിസ് പ്രൈസ്. AMOLED ആണ്, ഓൾമോസ്റ്റ് 400 PPI പിക്സൽസ് പെർ ഇഞ്ച്. അപ്പോൾ ഷാർപ്പ് ഡിസ്പ്ലേ ആണ്. 1800 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. പോരാത്തതിന് 120 Hz ഉണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ് ഡാം ഡിസ്പ്ലേ. വിവോയുടെ കളർ സയൻസും കളർ ആക്യുറസി എല്ലാം നമുക്ക് ഇവിടെ കാണാം. ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴും വീഡിയോസൊക്കെ എടുക്കുമ്പോഴും അത്യാവശ്യം എല്ലാ സർട്ടിഫിക്കേഷൻസും ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേനെ കുറിച്ച് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. ആൻഡ് എക്സ്റ്റെൻസീവ് യൂസേജ്, ഐക്യൂ Z9 ഒക്കെ നമുക്കറിയാം ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ. അതുപോലെ തന്നെ എക്സ്റ്റെൻസീവ് യൂസേജിൽ നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേ വാം ആവുന്ന പോലെയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഡിസ്പ്ലേനെ എലവേറ്റ് ചെയ്യുന്ന അതിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, റിയലി ഗുഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഭയങ്കര ലൗഡാണ്. ക്രിസ്പ് ആൻഡ് ക്ലിയർ എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ലൗഡാണ്. ഗൈസ്, പിന്നെ ഹാപ്റ്റിക്സിനെ വൈബ്രേഷൻ മോട്ടറിനെ കുറിച്ച് പറയുമ്പോൾ വൈബ്രേഷൻ മോട്ടർ ഉണ്ട്. അത് സ്ട്രോങ് ആണ്, പക്ഷേ ഭയങ്കര റിഫൈൻഡ് ഫീൽ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ത്രൂ ഔട്ട് ദ UI ഫണ്ട ചോയ്സിനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ വൈബ്രേഷൻ മോട്ടർ അത്യാവശ്യം ഇഷ്ടപ്പെടും. അതിനകത്ത് 4D റംബ്ലിംഗ് സ്കീമൊക്കെ ഉണ്ട് ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ. സോ ദാറ്റ് ഈസ് റിയലി ഗുഡ്. സ്ട്രോങ് വൈബ്രേഷൻ മോട്ടറാണ്, പക്ഷേ ഭയങ്കര റിഫൈൻഡ് ഇല്ല. ഇനി ഈ പ്രൈസ് റേഞ്ചിൽ സൂപ്പർബാണ്. ആ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾ എലിവേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ ഗെയിമിങ്ങിലോട്ട് പോകാമെന്ന് വെച്ചോ. ഗൈസ്, ഗെയിമിംഗ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു സ്ട്രോങ് ഹോളിലെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുമ്പം ഡിമെൻസിറ്റിയുടെ 7200 സീരീസ് ചിപ്പാണ്. വേറെ നത്തിങ് ഫോൺ 1 ഒക്കെ സെയിം ഉണ്ട്. പക്ഷേ ബെഞ്ച് മാർക്കറ്റ്, ഗിഗ് ബെഞ്ചോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുമ്പം ഇത് ഇച്ചിരിയുടെ ഹയർ പെർഫോമിങ് ചിപ്പ് സെറ്റാണ്. കാരണം ഇതിൻ്റെ GPU കാര്യങ്ങളും എല്ലാം ബെറ്ററാണ്. സിംപ്ലി നിങ്ങൾക്ക് CODയും PUBGയും കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കളിക്കുന്നെങ്കിൽ എക്സ്റ്റെൻസീവ് പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ഈ 2 ഡിവൈസസിലും കളിക്കാം. ഐക്യൂടെ Z9ലും കളിക്കാം, T3ലും കളിക്കാം. ആൻഡ് ത്രോട്ടലിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ രണ്ടും 99.9% സിമിലറാണ്. നിങ്ങൾക്കൊരു 45 minutes ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് രീതിയിൽ ചൂടൊന്നും ആവത്തില്ല. ഹീറ്റിംഗ് ഒക്കെ നല്ലോണം കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ചിപ്പാണ്. പെർഫോമൻസ് സ്റ്റാൻഡ്മെൻറ്റിനെ കുറിച്ചുള്ള ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ ചുമ്മാ ഒഴുകിപ്പോകും. യു ക്യാൻ പുഷ് ദിസ് ഡിവൈസ്. അത്യാവശ്യം ചെറിയ രീതിക്കൊക്കെ പുഷ് ചെയ്യാം. ഡിമെൻസിറ്റി 7200 സീരീസിനെ കുറിച്ച് ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ സ്ട്രോങ് ഹെൽഡ് തന്നെ അതിൻ്റെ GPUലിരിക്കും. അല്ലെങ്കിൽ അവർക്ക് കൊടുത്തേക്കുന്ന GPUs കിട്ടില്ല. സ്ട്രോങ് പോയിന്റ് ഇസ് പെർഫോമൻസ്. നിങ്ങൾ ഒരിക്കലും ഈ പ്രൈസിന് ഈ പെർഫോമൻസിൽ ഡിസാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഇനി ബാറ്ററി സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ 5000 mAh, രണ്ടും 45 watt ചാർജിങ്. സോ ലെറ്റ് മീ ടെൽ യു ഗൈസ്, ബാറ്ററി ലൈഫ് ഭയങ്കര ഗ്രേറ്റ് അല്ല, പക്ഷേ അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്കൊരു 5.5 to 6.5 hours ഇതിൻ്റെ ഇടയ്ക്ക് സ്ക്രീൻ ഉണ്ടെങ്കിലും ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ യൂസേജ്.
ചൂടാവുന്നു ക്യാമറയൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ ചെറിയതായിട്ട് എനിക്ക് തോന്നും ഭയങ്കരമായിട്ട് ബാറ്ററി വലിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 120 ഹേർട്സിന് പവർ ബാറ്ററി സേവർ ഇട്ടാൽ ഭയങ്കര എക്സ്റ്റെൻസീവ്, നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് 7 hours ഒക്കെ പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ്. ആ ഹൈ റിഫ്രഷ് റേറ്റ് കുറച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ റിയലി ഗുഡ് തിങ്. ബാറ്ററി ചുമ്മാ ഈ സിമ്പിൾ ടാസ്ക് ഒന്നും ചെയ്യുമ്പോൾ ഈ ഡിമെൻസിറ്റി ഭയങ്കരമായിട്ട് വലിക്കുന്നൊരു ചിപ്സെറ്റ് അല്ല. സോ ബാറ്ററി ലൈഫ് ഈസ് ഓൾസോ റിയലി ഗുഡ്. വിവോ നോ ഹൗ ടു മേക്ക് ഗുഡ് ക്യാമറാസ്. പക്ഷേ ഇവിടെ ചെറിയൊരു സാക്രിഫൈസ് അവർ കോസ്റ്റ് കട്ടിങ്ങിന് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെറിയ സാക്രിഫൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ഗിമിക്ക് ഓഫ് ക്യാമറയാണ്. ഇതിനകത്ത് ശരിക്കും 2 ക്യാമറ സിസ്റ്റമാണ് Z9 ഇതിനകത്തും ഉള്ളത്. വൈഡ് ആംഗിൾ ഇല്ല. വൈഡ് ആംഗിൾ ഇല്ല എന്ന് പറയുമ്പം നമുക്കറിയാം 20,000 റുപ്പീസേ ഉള്ളൂ. വൈഡ് ആംഗിൾ ഇല്ലാത്തൊരു സാക്രിഫൈസ് ആണെന്ന് വെച്ചാൽ മോട്ടോയുടെയും ബാക്കിയുള്ള ഓഫറിങ്ങൊക്കെ ചിലവരൊക്കെ വൈഡ് ആംഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പ്രൈസിൽ. സോ ആ ഒരു പ്രൈസിൽ നോക്കുമ്പം എനിക്ക് ചെറിയൊരു ക്രിഞ്ച് ഉണ്ട്. പക്ഷെ ബാക്കി എല്ലാ രീതിയിലും ക്യാമറാസ് ഓക്കെയാണ്. വിവോയുടെ ഗ്രേറ്റ് കളർ പ്രോസസ്സിങ് കിട്ടുന്നുണ്ട്, രണ്ടിനും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാമറാസിൽ എനിക്ക് ഏറ്റവും പറയപ്പെടാൻ പറ്റുന്ന കാര്യം 4K റെക്കോർഡിംഗ് അറ്റ് ദിസ് പ്രൈസ് പോയിന്റ് ഉണ്ട്. ആ 4K വീഡിയോസ് ആക്ച്വലി യൂസബിൾ ആണ്. ഭയങ്കര വൃത്തിയായിട്ട 4K വീഡിയോസ് പേരിന് മാത്രം കൊടുക്കുന്നതല്ല. സെൽഫീസിൽ 1080p ഉള്ളൂ. ഓട്ടോ ഫോക്കസിങ് നല്ലതാണ്. ക്യാമറ പ്രൈമറി ഒറ്റ ക്യാമറ ഉള്ളെങ്കിലും അത് അവർ നല്ലോണം ട്വീക്ക് ചെയ്ത് നല്ലോണം കൊടുത്തിട്ടുണ്ട്. കളേഴ്സും ആക്യുറസിയും കാൽക്കുലേഷൻസും കാര്യങ്ങളും എല്ലാം റിയലി ഗുഡ്. അവരുടെ HDR പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയണമെന്നുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ ഈ പ്രോസസ്സർ ഉപയോഗിച്ച് നല്ലോണം അവർ ചെയ്തിട്ടുണ്ട്. സോ ഇൻ ക്യാമറയിൽ എൻ്റെ സാറ്റിസ്ഫാക്ടോറിയൽ റേറ്റ് നോക്കിയാൽ ഉള്ളതിൽ വെച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഒരു വൈഡ് ആംഗിൾ ഈ പ്രൈസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബ്ലൈൻഡ്ലി ഇതെല്ലാവരുടെ അടുത്ത് പോയി വാങ്ങിയാൽ റെക്കമെൻഡ് ചെയ്തതിന്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് അത് തന്നെ പറയാനുള്ളത് ഗൈസ്. റിയലി ഗുഡ് സോഫ്റ്റ്വെയർ, അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. ഒരുപാട് വൃത്തികെട്ടമായ അനാവശ്യമായ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആഡ്സും ബ്ലോഡ്വെയർ ഒക്കെ ഉണ്ട്. അത് ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വിവോയുടെ മിക്ക ഫോണിലും കാണും. കാരണം അവർ നല്ലൊരു പാക്കേജാണ് നിങ്ങളുടെ കയ്യിൽ തരുന്നത്. ഡോണ്ട് വറി, അത് നിങ്ങൾക്ക് 2-3 സ്റ്റെപ്പ് എടുത്തത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാന്നേ ഉള്ളൂ സെറ്റിങ്സിലൊക്കെ പോയി. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 ഫോണിനും 2 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്. സോ നമ്മൾ ഓൾമോസ്റ്റ് ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ആൻഡ് മൈ വേർഡിക്റ്റ് റിഗാർഡിങ് ദിസ് ഫോൺ എന്ന് പറഞ്ഞാൽ റിയലി ഗുഡ് ഫോൺ ഗൈസ്. ആൻഡ് ദിസ് ലുക്സ് റിയലി ഗുഡ്. കാണാനൊക്കെ ഭയങ്കര കിടിലമാണ് കേട്ടോ. വിവോൻ്റെ ഡിസൈൻ ഫിലോസഫി ലൈറ്റ് പാറ്റേണും ഒക്കെ നല്ലതാണ്. അത്യാവശ്യം ഫ്ലാഷി ആയിട്ടൊരു ഫോണാണ്. നിങ്ങൾ ഐക്കോ എടുക്കണമെന്ന് പറയുന്നവരോട് ഞാൻ പറയാം, മേ ബി ഇപ്പോൾ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബഡ്ജറ്റ് ഫോണാണ് വേണ്ടത്. അത്യാവശ്യം നല്ല ക്യാമറ സിസ്റ്റവും ഡിസ്പ്ലേ എക്സ്പീരിയൻസ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിവോ എടുക്കുക ഐക്യൂന് പകരം. കാരണം ബാങ്ക് ഓഫേഴ്സൊക്കെ എപ്പോഴും കടയിലായിരിക്കും കൂടുതലുള്ളത്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇറ്റ് ലുക്സ് റിയലി ഗുഡ് ഗൈസ്. ഫ്ലാഷി ഫോണാണ്. പെണ്ണുങ്ങൾക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. താഴെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ബാങ്ക് ഓഫേഴ്സ് എല്ലാം കിട്ടും. ഞാൻ ഇതിനകത്ത് റെക്കമെൻഡേഷൻ ലെവൽ ഓൺ ദ സ്കെയിൽ ഓഫ് 1 to 10 എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഐ വിൽ ഓണസ്റ്റ്ലി സേ ഒരു 8.5 ഒക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും എനിക്ക് തോന്നുന്നില്ല വിവോയും പ്രൈസ് ടു മണി വാല്യൂ റേഷ്യോ ഞാൻ ഒരുപാട് ഫോൺ അങ്ങനെ റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ T സീരീസ് അത്യാവശ്യം നല്ലതാണ്. T2 അത്യാവശ്യം നല്ലതാണ്. T3 ഐ തിങ്ക് ഇറ്റ് ഇസ് എ സോളിഡ് അപ്ഡേറ്റ്. ഇതിനകത്ത് ഡിസൈൻ്റെ ഇതുണ്ട്. ഇവിടെ നമ്മൾ വിചാരിക്കും ഇത് സംഭവം ഇവിടെ റേസ്ഡ് ആണ്, പക്ഷേ റേസ്ഡ് അല്ല. അതുപോലത്തെ കുറച്ച് കിടിലം ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇറ്റ് ഈസ് എ ഫൺ ഫോൺ. സിനിമയൊക്കെ കാണാനും ഗെയിം കളിക്കാനും യങ്സ്റ്റേഴ്സിനും ഒക്കെ ഭയങ്കര രസമാണ്. അല്ലാതെ വേറെ ക്യാമറ അൾട്രാ വൈഡ് ഇല്ലാത്തൊരു ഡിസബിലിറ്റി തന്നെയാണ്. ബട്ട് അതർ ദാൻ ദാറ്റ് ദിസ് ഇസ് എ ഗ്രേറ്റ് ഫോൺ. ആ ഒറ്റ ഒരു സാക്രിഫൈസ് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കിടിലം എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ശ്രീ ഹിയർ, ലവ് യു ഗൈസ്. ഇതിൻ്റെ ഒരു വീഡിയോ ടെസ്റ്റാണ്, സെൽഫി അല്ല, മെയിൻ ക്യാമറ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ Z9 ഈ ഐക്യു T3 സീരീസും ഏറെക്കുറെ സിമിലറാണ്. ഞാൻ ചുമ്മാ ഒന്ന് തള്ളുന്നതല്ല, എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ വിവോയുടെ ഒഫീഷ്യൽ കടയിൽ നിൽക്കുന്ന ഒരു പുള്ളിക്കാരൻ്റെ അടുത്തും ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞേ സെയിം ബട്ട് ഡിഫറെൻറ്റ് എന്ന്.